ഉപ്പുമാവ് നല്ല ടേസ്റ്റിയും അതേപോലെ നല്ല സോഫ്റ്റുമായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 4-5 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി ഒന്ന് വഴറ്റി ഇഞ്ചിയുടെ ആ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പം ചെറുതാണെങ്കിൽ 2 സവാള എടുത്തു കേട്ടോ. സവാള നമ്മൾ എത്ര ചേർക്കുന്നു അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഉപ്പുമാവിന്. അപ്പം സവാളയും ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡിലാവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതും ഇതിൻ്റെ കൂടെയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റും ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1.5 കപ്പ് റവ ചേർക്കുന്നുണ്ട്. അപ്പം 3 പ്ലേറ്റ് ഉപ്പുമാവിന് ഞാനിവിടെ ചേർക്കുന്നത് 1.5 കപ്പ് റവയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഈ റവയുടെ കളറും ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ പാലാണ്. പാല് ചേർത്ത് ഇതേപോലെ ഉപ്പുമാവ് വേവിക്കുകയാണെങ്കിൽ ഉപ്പുമാവ് നല്ല ടേസ്റ്റും അതേപോലെ നല്ല സോഫ്റ്റുമായി കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ആ റവയുടെ എല്ലാ ഭാഗത്തും അകത്തൊക്കെ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. കാരണം എല്ലാ ഭാഗം അതായത് റവ ഒന്ന് എല്ലായിടത്തും ഒന്ന് നനഞ്ഞ് വരുന്നത് പോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കിയിട്ടതിന് ശേഷം പിന്നെ 1/2 കപ്പ് വെള്ളവും കടലിലേക്ക് ചേർക്കുന്നുണ്ട്. ചെറിയ ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ എടുത്ത കപ്പിൻ്റെ ആ 1/2 കപ്പ് അളവിലുള്ള വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അതും ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും, അടിയിൽ കരിഞ്ഞു പിടിക്കും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ടയെല്ലാം ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഉപ്പുമാവ്. അപ്പം കട്ടയൊക്കെ ഉടച്ചിട്ട് കൊടുത്ത് നല്ല തരിതരി പോലെ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് തേങ്ങാപ്പീരി ഒന്നും ചേർക്കുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ തരിതുപോലെ ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നല്ല സോഫ്റ്റും ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഒന്ന് തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്